സാധാരണയായി കുടിവെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അംശം കാണാൻ പാടില്ലാത്തതാണ്. നൈട്രേറ്റിൻ്റെ അംശം കുടിവെള്ളത്തിൽ കാണുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് മലിനജലം ഏതെങ്കിലും തരത്തിൽ കുടിവെള്ള സ്രോതസ്സുമായി കലരുന്നു എന്നുള്ളതാണ്. പലതരത്തിലാവാം. അത് മുനിസിപ്പൽ കാനകളിൽ നിന്നും ഒലിച്ചിറങ്ങി മണ്ണിലൂടെ അത് കുടിവെള്ള സ്രോതസ്സുകളിലെത്താം. അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം ഏതെങ്കിലും തരത്തിൽ കുടിവെള്ള സ്രോതസ്സുകളിലെത്തിയാലും നൈട്രേറ്റ് അതിൽ പ്രതിഫലിക്കും. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് ചില ഹോട്ടലുകളിലൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന അടുക്കളയിൽ കഴുകുന്ന പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ മത്സ്യം കഴുകുന്നതോ ഒക്കെ ആയിട്ടുള്ള മലിനജലവും കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തിച്ചേരുന്നത് നൈട്രേറ്റ് ആ വെള്ളത്തിൽ ഉടനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുടിവെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അംശം ഉണ്ടോ എന്നുള്ളത് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. നമുക്ക് അത്തരത്തിൽ ഒരു ടെസ്റ്റ് ചെയ്തു നോക്കാം. വെള്ളത്തിലെ നൈട്രേറ്റിൻ്റെ അളവ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് പരിചയപ്പെടാം. അതിനായി ഈ കിറ്റിൽ Na1, Na2 എന്നിങ്ങനെ 2 റിയേജൻറ്റുകളും 2 ടെസ്റ്റ് ട്യൂബ്, ഒരു മെഷറിംഗ് സിലിണ്ടർ, ഒരു സ്പൂൺ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായി ടെസ്റ്റ് ട്യൂബുകളും മെഷറിംഗ് സിലിണ്ടറും ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കുക. ഇതിനുശേഷം ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ നന്നായി മിക്സ് ചെയ്ത് അതുപയോഗിച്ച് ടെസ്റ്റ് ട്യൂബുകളും മെഷറിംഗ് സിലിണ്ടറും റിൻസ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബും സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. മെഷറിംഗ് സിലിണ്ടറും സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. ഇതിനുശേഷം നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുവാനായി 10 ml സാമ്പിളാണ് വേണ്ടത്. മെഷറിംഗ് സിലിണ്ടറിൽ സാമ്പിൾ അളന്ന് എടുക്കുക. സാമ്പിൾ അളന്നെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുഴിയുള്ള ഭാഗം മെഷറിംഗ് സിലിണ്ടറിൻ്റെ 10 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന വരയുടെ അതേ ലെവലിലാണ് വരുന്നത് എന്ന് ഉറപ്പാക്കുക. അതിനുശേഷം സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ടെസ്റ്റ് ചെയ്യുന്നതിനായി ആദ്യമായി വേണ്ടത് Na1 എന്ന് എഴുതിയിരിക്കുന്ന റിയേജൻ്റ് ആണ്. ഇതൊരു പൊടിയാണ്. ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ അളവിലെടുത്ത് ടെസ്റ്റ് ട്യൂബിലെ സാമ്പിളിലേക്ക് ഇടുക. Na1 എന്ന പൊടി ഇട്ടതിന് ശേഷം ടെസ്റ്റ് ട്യൂബ് നന്നായി കുലുക്കി പൊടി മിക്സ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ തുടരാവുന്നതാണ്. അതിനുശേഷം ടെസ്റ്റ് ട്യൂബ് ഒരിടത്ത് അനങ്ങാതെ വെക്കുക. ഇതിലെ പൊടി താഴെ സെറ്റിലാവുന്നത് വരെ 2 മുതൽ 3 വരെ മിനിറ്റ് കാത്തിരിക്കേണ്ടതാണ്. 3 മിനിറ്റിന് ശേഷം പൊടി ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ സെറ്റിലായിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞു നിൽക്കുന്ന സാമ്പിൾ ഏകദേശം 5 ml ആണ് ആവശ്യം. അപ്പോൾ ടെസ്റ്റ് ട്യൂബിലെ സാമ്പിൾ മെഷറിംഗ് സിലിണ്ടറിലോട്ട് 5 ml കിട്ടുന്ന രീതിയിൽ ഒഴിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ സെറ്റിലായിരിക്കുന്ന പൊടി ഒരിക്കലും ഇളകി വരാത്ത രീതിയിൽ വേണം സാമ്പിൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് മെഷറിംഗ് സിലിണ്ടറിലോട്ട് ഒഴിക്കേണ്ടത്. ഏകദേശം 5 ml മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ സാമ്പിൾ ഒഴിക്കുക. ഇനി Na2 എന്ന റിയേജൻ ബോട്ടിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 3 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. ടെസ്റ്റ് ട്യൂബിലെ സാമ്പിൾ നന്നായി മിക്സ് ചെയ്യുക. കളർ ഉണ്ടായി വരാൻ ഏകദേശം 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് വരെ കാത്തു നിൽക്കുക. അതിനുശേഷം മാത്രം കളർ ചാർട്ടിലെ കളറുമായി കമ്പയർ ചെയ്യാൻ പാടുകയുള്ളൂ. അഞ്ച് മിനിറ്റിന് ശേഷം ഏകദേശം ഒരു പിങ്ക് കളർ ആണ് ഉണ്ടായി വന്നിരിക്കുന്നത്. അത് ചാർട്ടുമായി കമ്പയർ ചെയ്ത്
നിങ്ങളുടെ സാമ്പിളിലെ നൈട്രേറ്റിൻ്റെ മില്ലിഗ്രാംസ് പെർ ലിറ്ററിലെ വാല്യൂ കണ്ടെത്താവുന്നതാണ്. വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അംശം പരമാവധി ആകാവുന്നത് 45 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതിൽ കൂടുതൽ നൈട്രേറ്റ് കാണുകയാണെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് ഒരു കൃഷിയിടത്തിൻ്റെ സാമീപ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മലിനീകരണ സ്രോതസ്സിൻ്റെ സാമീപ്യം കൊണ്ടോ ആയിരിക്കാം. നൈട്രേറ്റ് ഉള്ള ജലത്തിനെ ശുദ്ധീകരിക്കുന്നതിന് മുന്നേ അതിൻ്റെ സ്രോതസ്സിനെ കണ്ടെത്തി ഒഴിവാക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. നൈട്രേറ്റ് ശുദ്ധീകരണം നടത്തുന്നതിന് നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ്, അയോൺ എക്സ്ചേഞ്ച് മുതലായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനെ ശുദ്ധീകരിക്കാം.